നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ അള്ളാഹു ഓരോരുത്തരുടെയും തൗബ സ്വീകരിക്കും. അതുപോലെ സൂര്യൻ പടിഞ്ഞാറന്ന് ഉദിക്കുന്നത് വരേക്കും. തൗബയുടെ 3 ഷർത്തുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുണ്ടാകും. ഒന്ന്, ആ തിന്മ ഉപേക്ഷിച്ചിരിക്കണം. തിന്മ ചെയ്തുകൊണ്ടിരിക്കേ എന്തില്ല? തൗബയില്ല. മനസ്സിലായില്ലേ? തിന്മ ചെയ്തുകൊണ്ടിരിക്കേ തൗബ, അത് നിർത്തിയാലാണ് അതിൽ നിന്ന് തൗബയുള്ളൂ. 2, ചെയ്തു പോയതിൽ ഖേദം വേണം. ചെയ്തു പോയതിൽ ഖേദം വേണം, അതല്ലാതെ ചെയ്തത് നന്നായി എന്നല്ല നീ ചിന്തിക്കേണ്ടത്. 3, ഇത് ചെയ്യുകയില്ല എന്ന ദൃഢബോധ്യം മനസ്സിലുണ്ടായിരിക്കണം. ഇത് ചെയ്യുകയില്ല എന്ന ഉറപ്പോടെയാണ് തൗബ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരാൾ തൗബ ചെയ്താൽ അവൻ്റെ തൗബ സഹിഹാണ്. എന്നിട്ട് അവൻ പിന്നീട് പൈശാചിക പ്രേരണ കൊണ്ട് പിന്നീട് അതേ തെറ്റവന് സംഭവിച്ചു പോയാൽ നേരത്തെ ചെയ്ത തൗബ ബാത്തിലാകുന്നില്ല, അത് തൗബ തന്നെയാണ്. പിന്നെ സംഭവിച്ചു പിന്നെയും തൗബ ചെയ്യുക എന്നതല്ലാതെ വേറെ വഴിയില്ല. ഇനി ഈ 3 നിബന്ധനകളുടെ കൂടെ മറ്റൊരു നിബന്ധന ഉണ്ട്. ആളുകളുമായിട്ടുള്ള ഇടപാടാണെങ്കിൽ അവരുമായി കൂടി അത് തീർക്കേണ്ടതുണ്ട്. പൈസ എടുത്താണെങ്കിൽ അവർക്ക് കൊടുക്കണം. അഭിമാനത്തെ മുറിപ്പെടുത്തിയതാണെങ്കിൽ അവരത് അറിയുമെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം. ശാരീരികമായി ഉപദ്രവിച്ചതാണെങ്കിൽ അവരുടെ അടുത്ത് പോയി തിരിച്ചെന്നെ അതുപോലെ ചെയ്തോളൂ എന്ന് പറയണം. അതല്ല പോട്ടെ എന്ന് പറഞ്ഞാൽ ശരി, അതല്ല തിരിച്ച് തന്നേ തീരുമെന്നാണെങ്കിൽ അങ്ങനെ. ആളുകളുമായാണെങ്കിൽ അത് അതുപോലെ പരിഹരിച്ചിരിക്കണം. 4 നിബന്ധന വരും അപ്പോൾ. അതുപോലെ ഈ തൗബ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ വക്തിലായിരിക്കണം, അതിൻ്റെ സമയത്തായിരിക്കണം. എന്താണ് അതിൻ്റെ സമയം? ഒന്ന്, മരണത്തിന് മുൻപ്, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ്. മരണം മുന്നിൽ കണ്ടാൽ പിന്നെ തൗബയില്ല. അതുപോലെ സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചാലും തൗബയില്ല. ഇതാണ് തൗബ. എന്നാൽ ഇസ്തിഗ്ഫാർ എന്താണ്? തൗബയും ഇസ്തിഗ്ഫാറും നമ്മൾ പറയാറുണ്ട്. രണ്ടും, തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഇസ്തിഗ്ഫാർ? പാപമോചനത്തിന് തേടുക എന്നതാണ്. പുറത്തിറങ്ങേ റബ്ബെ എന്ന് തേടലാണ് ഇസ്തിഗ്ഫാർ. എന്താണ് തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസം? തൗബയും ഇസ്തിഗ്ഫാറും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന്, തൗബ നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല. ഇസ്തിഗ്ഫാറോ വേറൊരാൾക്ക് വേണ്ടി ചെയ്യാം. മനസ്സിലായില്ലേ? എനിക്ക് വേണ്ടി മാത്രമേ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ നിബന്ധന അത് വേറൊരാളുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? അയാൾ ചെയ്തു പോയ ചെയ്യുന്ന തെറ്റുപേക്ഷിക്കുക, ആ ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാവുക, ഇനി ചെയ്യുകയില്ല എന്ന് ഉറപ്പിക്കുക, ഇതൊക്കെ വേറൊരാളുടെ കാര്യത്തിൽ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ല. പക്ഷെ പാപമോചനത്തിന് തേടാൻ എനിക്ക് വേറൊരാൾക്ക് വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പൊറുക്കലിനും തേടുന്നത്. പക്ഷെ മറ്റുള്ളവരാൾക്ക് വേണ്ടി തൗബ തേടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നോക്കൂ, തൗബ മരണത്തോടെ അവസാനിച്ചു, പക്ഷേ ഇസ്തിഗ്ഫാർ അവസാനിച്ചോ? ഇല്ല. നമുക്ക് വേറൊരാൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടാം. നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിൽ എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നാണ് ആദ്യം തന്നെ ദുആ ചെയ്യുന്നത്. അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്നാണ്. അത് ഇസ്തിഗ്ഫാറാണ്, വേറൊരാൾക്ക് വേണ്ടി. ഇസ്തിഗ്ഫാർ വേറെ, തൗബ വേറെ. ഇത് ഇവിടെയാണ് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുള്ളത്. തൗബ ശരിയാണ്, ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ അതിനുണ്ട്. പക്ഷെ ഇസ്തിഗ്ഫാറിന് ഈ നിബന്ധനകളെല്ലാം ഉണ്ടോ? ഇല്ലേ? എങ്ങനെ? തിന്മ ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഇസ്തിഗ്ഫാർ പറയുന്ന ആളുകളുണ്ടാവും. തൗബയുടെ ഈ നിബന്ധന ഒന്നും എന്തില്ല, ആൾ പാലിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ചിലപ്പോൾ ചില ആൾ സിഗരറ്റ് വലിക്കും. വലിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ ചില ആൾ പറയും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. മനസ്സിലായി? തിന്മ ചെയ്തുകൊണ്ട് അയാൾ എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ പുറത്തു നൽകണേ എന്ന് പറയും. ഇത് പ്രയോജനപ്പെടുമോ ആൾക്ക്? ആ പറഞ്ഞത് അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ? അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഒട്ടും പ്രയോജനം ചെയ്യുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തെറ്റ് തന്നെയാണ്. പക്ഷെ പറഞ്ഞത് എന്തല്ല, ഒരു മോശം വാക്കാണോ? നല്ല വാക്കാണ്. അയാളുടെ മനസ്സിൽ ആ ആത്മാർത്ഥതയോടെയാണ് അത് പറഞ്ഞത് എങ്കിൽ അത് പ്രയോജനപ്പെടുകയില്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. ചിലപ്പോൾ അയാളുടെ മനസ്സിലെ സിദ്ഖനുസരിച്ച്, സത്യസന്ധത അനുസരിച്ച് അള്ളാഹു അയാൾക്ക് പൂർണ്ണമായ തൗബക്ക് അവസരം നൽകിയേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവനായി അത് ഉപേക്ഷിക്കാൻ അവസരം നൽകിയേക്കാം. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, എന്ത് ചെയ്യരുത്? ഇസ്തിഗ്ഫാർ ഉപേക്ഷിക്കരുത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴി, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി, ആ തിന്മയിൽ നീ എങ്ങനെ ഉറച്ചു പോയിട്ടുണ്ടെങ്കിലും, ഇത്ര കാലമായി അത് ചെയ്യുന്നുണ്ടെങ്കിലും ഉപേക്ഷിക്കാനുള്ള വഴി അടഞ്ഞുപോയി എന്ന് വിചാരിക്കരുത്. അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മനസ്സിൽ നിന്ന് നിനക്ക് ആ തിന്മയോടുള്ള സ്നേഹം എടുത്തു നീക്കിയേക്കും അവൻ്റെ റഹ്മത്ത് കൊണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കൊടിയ തിന്മയുടെ ആളുകളായിരുന്നവർ തൗബ ചെയ്തിട്ടുണ്ട്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാം. ഇസ്ലാമിൻ്റെ ഇമ്മത്തുകളിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഒരു ഖുത്താഉ തരീഖിൽ, അഥവാ ആളുകളുടെ വഴിയിൽ അവരെ തടഞ്ഞു നിർത്തി കൊള്ള ചെയ്യുന്ന ആളുകളിൽ ഒരാളായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നീട് അദ്ദേഹം ആരായി മാറി? ഇസ്ലാമിൻ്റെ ഇമ്മത്തുകളിൽ ഒരാളായി മാറി. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തൗബയുടെ കഥയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ആളുകൾ പറയാൻ തുടങ്ങിയത്, ആളുകൾ ഒരിക്കൽ പറയുന്നത് അദ്ദേഹം കേട്ടു എന്നാണ്. അവിടെ ഇയാളുണ്ടാവും, അതുകൊണ്ട് ആ വഴിക്ക് പോകേണ്ടതില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയെന്നും, അതുപോലെ മറ്റൊരു സംഭവത്തിൽ ഒരു സ്ത്രീ ഖുർആനിൽ ഈ ആയത്ത് പാരായണം ചെയ്ത് അദ്ദേഹം കേട്ടു എന്നുമാണ് പറയപ്പെടുന്നത്. സൂറത്തു അൽ ഹദീദിൽ ആയത്ത്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ألم يأن للذين آمنوا, മുഅ്മിനീങ്ങൾക്ക് നേരമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയം അല്ലാഹുവിൻ്റെ ഓർമ്മയിലേക്ക് പേടിയോടെ വരാൻ, വമാ നസല മിനൽ ഹഖ്, അല്ലാഹുവിങ്കിൽ നിന്ന് അവതീർണമായ ഹഖിലേക്കും, ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم, പഴയ കാലത്ത് കിതാബ് നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാൻ അവർക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കടുത്തുറച്ചു പോയി. വകസീറു മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും ധിക്കാരികളാണ്. ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അലം യഅ്നി ലില്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് നേരമായില്ലേ എന്നാണ്. അപ്പം അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോൾ പറഞ്ഞു എന്നാണ്, അതെ നേരമായിരിക്കുന്നു, നേരമായിരിക്കുന്നത് അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം തിന്മ അവസാനിപ്പിച്ചു. പിന്നീട് ആരായി മാറി? ഈ ദീനിൻ്റെ ഇമ്മത്തുകളിൽ ഒരാൾ, ഇമാമുമാരിൽ ഒരാൾ ആയിത്തീർന്നു എന്നാണ്. അതുകൊണ്ട് തിന്മയിൽ നീ എവിടെ എത്തിയിട്ടുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയി എന്ന് നീ വിചാരിക്കരുത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, പറയൂ എൻ്റെ അടിമകളോട്, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ അടിമകളോട്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു തിന്മകളെല്ലാം പുറത്തു നൽകുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവരേറെ പുറത്തു തരുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്.